നമസ്കാരം. വൈ ഗ്രാറ്റിറ്റ്യൂഡ് ചേഞ്ചസ് യുവർ ബ്രെയിൻ. നമുക്കുള്ള നല്ലതിനെയെല്ലാം വിലമതിക്കൂ. നന്ദിയുള്ള മനസ്സ് സന്തോഷം നൽകുന്നതാണ്. പലപ്പോഴും നമുക്കത് അറിയില്ല. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും മറ്റുള്ളവർക്കുള്ള പല കാര്യങ്ങളും നമുക്കില്ല എന്ന് പറഞ്ഞ് പരാതിയാണ്. ശരിക്കും നമുക്ക് കിട്ടിയിട്ടുള്ള സൗഭാഗ്യങ്ങൾ, നമുക്ക് കിട്ടിയിട്ടുള്ള നന്മകൾ, നമുക്ക് കിട്ടിയിട്ടുള്ള പല കാര്യങ്ങളെക്കുറിച്ചും നമുക്കിപ്പോഴും ബോധ്യം വന്നിട്ടില്ല. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് നന്ദിയുള്ളവരായിരിക്കാൻ. അത് മറ്റു പലരോടുമല്ല. അത് വളരെ പാടാണ് ഇന്നത്തെ ലോകത്ത് കിട്ടാൻ. ആർക്കെങ്കിലും നമ്മൾ എന്തെങ്കിലും ചെയ്താൽ തിരിച്ച് നന്ദി കിട്ടുക. പക്ഷേ അത് നമ്മൾ പ്രതീക്ഷിച്ച് മുന്നോട്ട് പോയാൽ നമ്മുടെ ജീവിതം ഒരിക്കലും നടക്കില്ല. നമ്മൾ എപ്പോഴും മറക്കുന്ന ഒരു സംഭവമുണ്ട്. നമ്മൾക്ക് നമ്മളോട് നന്ദിയുണ്ടോ എന്ന്. നമുക്ക് ഇന്ന് വരെ കിട്ടിയിരിക്കുന്ന സൗഭാഗ്യങ്ങളിൽ, നമുക്ക് ഇന്ന് വരെ കിട്ടിയിരിക്കുന്ന സൗകര്യങ്ങളിൽ, നമുക്ക് ഇന്ന് വരെ കിട്ടിയിരിക്കുന്ന സാഹചര്യങ്ങളിൽ, നമുക്ക് ഇന്ന് വരെ കിട്ടിയിരിക്കുന്ന നേട്ടങ്ങളിൽ നന്ദിയുള്ളവരായി എത്ര പേരുണ്ട്? ഒന്ന് ആലോചിച്ച് നോക്കി. ജീവിതത്തിൽ പലപ്പോഴും നമുക്കില്ലാത്തതിനെ കുറിച്ചോർത്തുള്ള വിഷമമാണ്. നമുക്കത് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നോർത്തുള്ള വിഷമമാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും കിട്ടിയ നന്മകളെക്കുറിച്ച് നമ്മൾ ആരും ഓർക്കാറില്ല. സ്വയം നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ള നന്മകളെക്കുറിച്ച് ഓർക്കുക. നമുക്കില്ലാത്ത പരിമിതികളെക്കുറിച്ച് ഓർത്തും വിഷമങ്ങളെ ഓർത്തും നമ്മൾ വിഷമിച്ചും പ്രയാസപ്പെട്ടു ഇരുന്നാൽ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് സന്തോഷം കിട്ടില്ല. അതേസമയം ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് എന്തൊക്കെ ലഭിച്ചിട്ടുണ്ട്, ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റല്ലോ, നന്ദിയോടുകൂടി എഴുന്നേൽക്കുക. വൈകുന്നേരമാകുമ്പോൾ പലപ്പോഴും നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ദൈവത്തോട് നന്ദി പറഞ്ഞൊന്ന് പ്രാർത്ഥിക്കുക. നമുക്ക് കിട്ടിയ കാര്യങ്ങൾ ഓർക്കുക. നമുക്ക് ചിലപ്പോൾ പുതിയ ഒരാളോട് സംസാരിക്കാൻ കിട്ടിക്കാണും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ പറ്റിയെന്ന് വരും. നമുക്ക് ചിലപ്പോൾ സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ ഒരു വീട് കണ്ടെന്ന് വരും. പലർക്കും അതില്ല. നമുക്ക് പല കാര്യങ്ങളും വലിയ ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോകാൻ ദൈവം വഴി ഒരുക്കുന്നുണ്ടായിരിക്കാം. പലർക്കും അതില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ള നല്ല കാര്യങ്ങൾ, നമുക്കുള്ള നന്മകൾ എന്താണ് എന്ന് ഒന്ന് സ്വയം ബോധ്യപ്പെട്ട് അതിന് നന്ദി പറഞ്ഞവരായി ജീവിക്കുമ്പം നമ്മുടെ മനസ്സും ശരീരവും നമ്മുടെ ബ്രെയിനും ഒക്കെ ഹാപ്പിയാവും. അപ്പം നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുവാനൊരു സന്തോഷം കിട്ടും. നമുക്കില്ലാത്തതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കാതിരിക്കുക, കിട്ടിയതിനെക്കുറിച്ച് ഓർത്ത് സന്തോഷിക്കുക. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കുറേ മാറ്റങ്ങൾ വരും. നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുന്ന പല കാര്യങ്ങളെക്കാളും കിട്ടാനുള്ള ഒത്തിരി കാര്യങ്ങൾ ജീവിതത്തിൽ വരാനുണ്ട്. അത് പലപ്പോഴും ആരും മനസ്സിലാക്കുന്നില്ല. പല കാര്യങ്ങളും ചെയ്യുമ്പോൾ നമ്മൾ സ്വയം നമുക്കില്ലാത്തതിനെ ഓർത്ത് ദുഃഖിച്ചിരിക്കുകയാണ്. ഇന്നു മുതൽ നിങ്ങളുടെ ആ ചിന്താഗതി മാറ്റുക. നിങ്ങൾ കിട്ടിയ നല്ല കാര്യങ്ങൾ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞ്, സ്വയം നന്ദി പറഞ്ഞ് മുന്നോട്ട് പോവുക. കൂടുതൽ കൂടുതൽ നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നന്ദിയുള്ള ഹൃദയവുമായി, നന്ദിയുള്ള മനസ്സുമായി, സന്തോഷമായി ജീവിക്കുവാൻ ദൈവം നിങ്ങൾക്കിടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്. നിങ്ങളും എന്നോടൊപ്പം കാണുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഞാൻ നിങ്ങളുടെ ഡോക്ടർ ഡഗ്ലസ് കെ. വീണ്ടും ഒരു മനഃശാസ്ത്ര യാത്രയിലൂടെ നമുക്ക് കാണാം. താങ്ക് യു.